എസ് ഐ ക്യാപിറ്റൽ ലിമിറ്റഡ് അവരുടെ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 3 സീരീസുകളാണുള്ളത്. ഓരോ സീരീസിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റിലും ടെന്നറിലും പേ ഔട്ടിലും വ്യത്യാസങ്ങൾ വരുന്നതാണ്. അപ്പൊ നമുക്ക് 3 സീരീസുകൾ 1 by 1 ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടു നോക്കാം. സീരീസ് 3 നോക്കുവാണെങ്കിൽ പേ ഔട്ട്, അത് ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്ന മാസത്തിലാണ്. ടെന്നർ വരുന്നത് എത്രയാണ്? 5 വർഷമാണ് വരുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 13%. ഏറ്റവും ഹയസ്റ്റ് റേറ്റ് വരുന്നത് സീരീസ് 3-നാണ്. അതുപോലെ സീരീസ് 2 നോക്കുവാണെങ്കിലും ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്ന മാസത്തിലാണ്, മന്ത്ലി ആണ്. ടെന്നർ വരുന്ന 4 വർഷമാണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12.75%. അതുപോലെ സീരീസ് 1 നമ്മൾ നോക്കുവാണെങ്കിൽ സീരീസ് 1-ലും ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്ന മന്ത്ലി ആണ്. ടെന്നർ വരുന്നത് 3 വർഷമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുവാണെങ്കിൽ 12.5% വരുന്നത്. നമ്മൾ കമ്പനിയെ കുറിച്ച് നോക്കുവാണെങ്കിൽ പ്രസൈ ക്യാപിറ്റൽ ലിമിറ്റഡ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ദ കമ്പനി പ്രൊവൈഡ് ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ ടു മിഡ് സൈസ്ഡ് ബിസിനസ് ദാറ്റ് റിക്വയർഡ് ഫിനാൻസ് ഫോർ ഗ്രോത്ത്, എക്സ്പാൻഷൻ ഓർ വർക്കിംഗ് ക്യാപിറ്റൽ ത്രൂ ദി സബ്സിഡറീസ്. അതായത് മീഡിയം കമ്പനികൾക്ക് അവരുടെ കമ്പനിയുടെ വളർച്ചയ്ക്കും അവരുടെ കമ്പനിയുടെ എക്സ്പാൻഷനും അതുപോലെ വർക്കിംഗ് ക്യാപിറ്റലിനൊക്കെ ക്രെഡിറ്റ്, അതായത് ലോൺ പ്രൊവൈഡ് ചെയ്യുകയാണ് കമ്പനിയുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത്. ബോണ്ട് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ അതായത് ബോണ്ട് IPO ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത് 26 ഫെബ്രുവരിയാണ്. അതുപോലെ IPO ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്നാണ് 12 മാർച്ചാണ് വരുന്നത്. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1000 രൂപയാണ് വരുന്നത്. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എത്രയാണ്? 10,000 രൂപയാണ്. അലോട്ട്മെന്റ്, അതുപോലെ തന്നെ അലോട്ട്മെന്റ് ഡേറ്റ് നോക്കുവാണെങ്കിൽ മാർച്ച് 16 വരുന്നത്. IPO സൈസ് എത്രയാണ് വരുന്നത്? 50 കോടിയാണ്. ലിസ്റ്റിംഗ് ഡേറ്റ് വരുന്നത് മാർച്ച് 17. നമ്മളൊരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ മെയിൻലി നോക്കേണ്ട ഒരു പോയിന്റ് ആണ് ക്രിസിൽ റേറ്റിംഗ്. ക്രിസിൽ റേറ്റിംഗ് നോക്കി വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇപ്പം ക്രിസിൽ റേറ്റിംഗ് ഇവിടെ വരുന്നത് എത്രയാണ്? BBB നെഗറ്റീവ് ആണ്. അത് നമുക്ക് റിസ്ക് കൂടുതലാണോ കുറവാണോ നമുക്ക് കണ്ടു നോക്കാം. മോഡറേറ്റ്ലി റിസ്ക് എന്ന സ്ഥലത്താണ് BBB നെഗറ്റീവ് വരുന്നത്. അപ്പം എന്താണ്, നമുക്ക് ഈ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മീഡിയം റിസ്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോണ്ടിന്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ നേച്ചർ നോക്കുവാണെങ്കിൽ സെക്യൂർഡ് റിഡീമബിൾ ഡിബെഞ്ചേഴ്സ് ആണ് വരുന്നത്. അതുപോലെ ഈൽഡ് നോക്കുകയാണെങ്കിൽ 13.8% വരുന്നത്. അതുപോലെ നെയിം ഓഫ് ഡിബെഞ്ചർ ട്രസ്റ്റിയുടെ പേര് നോക്കുകയാണെങ്കിൽ കാത്തലിസ്റ്റ് ട്രസ്റ്റിഷിപ്പ് ലിമിറ്റഡ് ആണ്. ഈ വീഡിയോ ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഞങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഒരു 13% ഇൻട്രസ്റ്റ് കിട്ടുന്നതാണ്. നമുക്ക് മന്ത്ലി ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പം ഞാൻ ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു 13% ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായ റിസ്ക് ഉണ്ട്. ഏതാണ്ട് ഒരു മോഡറേറ്റ്ലി നമ്മൾ ഈ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരു മീഡിയം റിസ്ക്കും വരുന്നുണ്ട്. ഓക്കെ,